ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡോക്യുമെന്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേ പലതരത്തിലുള്ള ഓർഗനൈസിങ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിൽ പലരും കണ്ടു നോക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെയൊക്കെ വീട്ടിൽ പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും ഇല്ലേ? മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവും, എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, ബിൽസ് ഉണ്ട്, അതേപോലെ വാറണ്ടീസ്, യൂസർ മാനുവൽസ്, ഇങ്ങനത്തെ പല ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇനി ഇതൊക്കെ തന്നെ വെക്കാനായിട്ട് കറക്റ്റായിട്ട് ഒരു സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനും വെക്കാനും ഒക്കെ നല്ല പാടായിരിക്കും. ഒരാവശ്യം വരുമ്പോഴത്തേക്കിനും അത് തപ്പിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓൾറെഡി പേപ്പേഴ്സും ഡോക്യുമെന്റ്സും ഒക്കെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് അധികം സമയം വേണ്ടി വരത്തില്ല, ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിന് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇനി അതല്ല, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുവാണെങ്കിൽ മേ ബി ആദ്യത്തെ ഒരു തവണ മാത്രമേ സമയം എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിരിക്കും. നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നിയാലും ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡോക്യുമെന്റ് നമ്മളുടെ ഒരു സ്ഥലത്ത് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് ഓരോ ഡോക്യുമെന്റ് വരുന്ന അനുസരിച്ച് ഇത് കൊണ്ടുപോയി വെക്കാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ള മറ്റൊരു റിമൈൻഡർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിലും പിന്നെ അതേപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ളൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. എന്നിട്ടും ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം എന്തായാലും അവിടെ ഒരു പുതിയ വീഡിയോ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസിങ് ചെയ്യാൻ പറ്റുന്നത്, എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. നമ്മളിത് പെട്ടെന്ന് ഓർക്കുമ്പോഴത്തേക്കിനും ഒരുപാട് നേരം എടുക്കുന്ന ഒരു വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ ടൈപ്പ് ഫയൽസ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഡോക്യുമെന്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളതെന്ന് നമ്മൾ നോക്കണം. അപ്പം അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് അപ്പം ആദ്യം ഞാനൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പം ഈ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് അറിയാമായിരിക്കുമല്ലോ ഏതൊക്കെ ടൈപ്പ് ഡോക്യുമെന്റ് ആണ് നമ്മളുടെ കയ്യിലുള്ളതെന്നുള്ളത്. അപ്പം നമുക്കറിയാവുന്ന പോലെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, ബാങ്ക് ഡോക്യുമെന്റ്സ് ഉണ്ട്, ബിൽസ്, അതേപോലെ യൂസർ മാനുവൽസ്, വാറണ്ടി, പിന്നെ കോൺട്രാക്ട്സ്, അങ്ങനത്തെ പല സംഭവങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അതിനുശേഷമുള്ള അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റേഷനറീസ് വേണം. അപ്പം ഇവിടെ ഒരു തരത്തിലുള്ള ഫയൽസും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഫയൽസ് വാങ്ങിക്കാം. അപ്പം ഇവിടെ ഞാൻ ഒരു സ്റ്റേഷനറിയും വാങ്ങിയിട്ടില്ല ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അതുമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ഫോൾഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ കുറച്ച് കട്ടിയുള്ള ബുക്സിന്റെ, കുറച്ച് വലിയ നീളമുള്ള ബുക്കിന്റെ ഒക്കെ ഒരു ബൈൻഡർ കിട്ടത്തില്ലേ, അതാണെങ്കിലും മതി കേട്ടോ. നമുക്കിപ്പം കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഫയൽസ് തന്നെ എടുത്ത് വെക്കണം എന്നൊന്നുമില്ല. നമ്മളുടെ ഡോക്യുമെന്റ്സ് വെക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ബൈൻഡേഴ്സ് ആയാലും മതി. അതിലേക്ക് നമുക്ക് പേപ്പർ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഞ്ചിങ് മെഷീൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റേപ്ലറും എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫയൽസിനൊക്കെ ഒന്ന് നെയിമിംഗ് ചെയ്യണം. അതായത് ഓരോ ഫയലിലും എന്ത് ടൈപ്പ് ഡോക്യുമെന്റ് ആണ് നമ്മൾ വെക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ഇപ്പം സ്റ്റിക്കർ തന്നെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ എഴുതിയാലും മാത്രം മതി. അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ സ്റ്റിക്കർ ആയിട്ടൊന്നും ഇല്ല. അപ്പം നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുതുതായിട്ട് സ്റ്റിക്കർ വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, പേപ്പറില്ലേ നമ്മളുടെ വൈറ്റ് പേപ്പർ, അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പും കൊണ്ട് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കും, മുകളിൽ എഴുതും എന്ത് ഡോക്യുമെന്റ് ആണെന്നുള്ളത്. അപ്പം നമ്മളിവിടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ 4 പേരാണ് ഫാമിലിയിലുള്ളത്. അപ്പം 4 പേരുടെ ഉണ്ടാവും, മെഡിക്കലും 4 പേരുടെ ഉണ്ടാവും. ബാക്കി ഡോക്യുമെന്റ്സിനൊക്കെ ആയിട്ട് നമുക്ക് ഒറ്റ ഫയൽ മതി. ഇപ്പം ബാങ്ക് ഡോക്യുമെന്റ്സ് ആണെങ്കിലും ബിൽസ്, വാറണ്ടീസിനൊക്കെ ഞാൻ ഓരോ ഫയൽ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫയലിന്റെ ഒക്കെ മുകളിൽ നോക്കിയാൽ കാണാം ഓരോ ആളുടെ പേരും, അതിന്റെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ് ആണെങ്കിൽ അങ്ങനത്തെ 4 ഫയലും ഉണ്ടാവും. മെഡിക്കൽ ആണെങ്കിലും ആളുടെ പേരും അതിന്റെ താഴെ ആ ഒരു മെഡിക്കൽ ഡോക്യുമെന്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ബിൽസ്, വാറണ്ടീസ്, യൂസർ മാനുവൽസിനൊക്കെ സെപ്പറേറ്റ് ഫയൽസ് ആണുള്ളത്. പിന്നെ അതേപോലെ തന്നെ കോൺട്രാക്ട്സും ഉണ്ട്. അപ്പം എല്ലാ ഫയൽസും അത് വെച്ചു. അങ്ങനെ നമ്മളുടെ ഫയൽസിനൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടില്ല ഫയൽസ് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരിക്കും.
പക്ഷേങ്കിൽ കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം എടുക്കുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എടുക്കാനും തിരിച്ചു വെക്കാനും വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറേ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഒരു ആവശ്യമില്ലാതെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നുള്ളത്. ഈ ഒരു സമയത്താണ് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേപ്പേഴ്സ് കിട്ടുന്നത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഒരു യൂസർ മാനുവലൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ കാണാം ചിലപ്പം ആ ഒരു അപ്ലയൻസ് ഒന്നും നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കത്തില്ല, കുറെ നാൾ മുൻപുള്ളതായിരിക്കും. അപ്പം അതുമൊക്കെ കളയാം. അങ്ങനെ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുള്ള സാധനങ്ങളിൽ നിന്നും ഒരു ഡീക്ലട്ടറിങ്ങും ഈ കൂട്ടത്തിൽ നടക്കും. ഈ ഒരു കാര്യം ചെയ്യുന്നത് കുട്ടികളും കൂടിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് അവരുടെ കൈ എത്താത്ത രീതിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ പകുതി സോർട്ട് ചെയ്തിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കിനും പകുതി കാര്യങ്ങൾ ചിലപ്പോൾ അവർ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു കാര്യം കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഇവിടെ ഞാൻ കുറേ നമ്മളുടെ ആവശ്യമില്ലാത്ത കുറേ പഴയ ബിൽസും അതേപോലെ തന്നെ യൂസർ മാനുവൽസ് ഒക്കെ കളയുന്നുണ്ടെങ്കിലും മെഡിക്കൽ ഡോക്യുമെന്റ്സിൽ അധികം കളയാനുണ്ടായിരുന്നില്ല. ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടായിരുന്ന മെഡിക്കൽ ഡോക്യുമെന്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാ പ്രിസ്ക്രിപ്ഷൻസും ഒന്നും എല്ലാം എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം ചെറിയ പനി, ചുമ അതിനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലും കിട്ടുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും തന്നെ കളക്ട് ചെയ്ത് വെക്കുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അതേസമയം ചില കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊസീജിയറൊക്കെ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റ് റിപ്പോർട്ട്സും പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റൽ സമ്മറിയും ഒക്കെയാണ് നമ്മളിവിടെ വെക്കുന്നത് കേട്ടോ. ഓപ്പൺ ഫയൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ശരിക്കും അത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ നമുക്ക് ഏത് ആവശ്യമുള്ള ഡോക്യുമെന്റ് മറിച്ച് നോക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആ ഒരു സമയത്ത് പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പേപ്പേഴ്സ് ഒരുമിച്ച് വെക്കാം. പിന്നെ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയർ അനുസരിച്ച് വെക്കുകയാണെങ്കിൽ അതും ഒത്തിരി എളുപ്പമായിരിക്കും. അതായത് ഏറ്റവും നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സിൽ ഏറ്റവും പഴയ ഡോക്യുമെന്റ് ഉണ്ടല്ലോ അത് ഏറ്റവും താഴെ വരട്ടെ, എന്നിട്ട് ബാക്കി നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന മുകളിൽ വെച്ച് പോകുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ പേപ്പേഴ്സ് ഒന്ന് റിട്രീവ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ ഏത് ഇയറിലാണെന്നൊക്കെ ഉള്ളത്. അത് വെച്ചിട്ട് ഇതിനെ എടുക്കാനും കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയായിരിക്കും ഏത് ടൈപ്പ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്നുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ നോക്കിയാൽ ഇവിടെ ഞാൻ യൂട്ടിലിറ്റി ബിൽസ് ഒന്നും തന്നെ വെക്കുന്നില്ല. ഇപ്പം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് അങ്ങനത്തെ ബിൽസ് ഒന്നും തന്നെ ഇതിന്റെ കൂട്ടത്തിലില്ല. നമുക്ക് അതൊന്നും തന്നെ പേപ്പറായിട്ട് ഡോക്യുമെന്റ് വരുന്നില്ല. നമുക്കതെല്ലാം ഓൺലൈൻ ബില്ലാണുള്ളത്. അതിൻ്റെ ഒന്നും പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം ആസ് ഓഫ് നോ നമുക്കിവിടെ ഇല്ലാത്തത് കാരണം അങ്ങനത്തെ ബിൽസ് ഒന്നും തന്നെ ഞാൻ സേവ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പല ഫയൽസിലാക്കി മാറ്റി വെച്ച് സെപ്പറേറ്റ് ചെയ്തൊക്കെ വന്നതിന് ശേഷമാണ് ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഓർത്തത്. അതിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്ട്സ് ആണ്. കോൺട്രാക്ട്സ് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു റെന്റൽ അപ്പാർട്ട്മെന്റിലൊക്കെ ആണ് താമസിക്കുന്നതെങ്കിൽ അറിയാം അവിടെ റെന്റൽ കോൺട്രാക്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഞാനിപ്പം ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഫയലിലാണ് ഈ ഒരു റെന്റലിന്റെ വേണ്ടിയിട്ടുള്ള കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വെച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റും ഒരു കോൺട്രാക്ട് ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഇതേപോലെ ഫയൽസിനകത്താക്കി വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെയൊക്കെ ഡിജിറ്റൽ കോപ്പീസും കൂടി വേണം എന്നുള്ളവരാണെങ്കിൽ നമുക്കിതിന് എല്ലാം തന്നെ എല്ലാ ഫയൽസും സ്കാൻ ചെയ്തിട്ട് ഒരു ഡിവൈസിലേക്ക് മാറ്റി ഒരു പെർട്ടിക്കുലർ ഫോൾഡറിലാക്കി വെക്കാം. ലാപ്ടോപ്പിലോ മൊബൈലിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ സ്കാൻ ചെയ്യാം. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു സ്കാനിങ് മെഷീൻ ഒന്നും ഇല്ല എന്നതിൻ്റെ പേരിലായിരിക്കും ഈ ഒരു സ്കാനിങ് ഒന്നും ചെയ്യാതെ ചിലപ്പം ആവശ്യമുള്ള ഫയൽസ് അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കോപ്പീസ് വേണം എന്നുള്ളത് പോലും നമ്മൾ ഇതേപോലെ ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിനിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് അഡോബ് സ്കാനർ ഉണ്ട്. അത് മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പമാണ്. നമ്മളുടെ കയ്യിൽ ആ ഒരു സ്കാനറിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചാൽ കറക്റ്റായിട്ട് ഈ ആപ്പ് തന്നെ നമുക്ക് കാണിച്ചു തരും അതിൻ്റെ ഒരു കറക്റ്റ് ലെങ്തും വിഡ്ത്തും എവിടെയാണെന്നുള്ളത്. ആ സമയത്ത് ക്ലിക്ക് ചെയ്യുക, നമുക്കത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് എങ്ങോട്ടേക്കാണ് സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിനി ഈ യൂസർ മാനുവലിൻ്റെ ഫോൾഡറിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മളിപ്പം കറൻ്റ്ലി വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ അപ്ലയൻസസിൻ്റെയും ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. അത് ഉപയോഗം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും ഒരു വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുമോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താ പറ്റിയെന്നുള്ളത്. പലപ്പോഴും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് വാഷിംഗ് മെഷീനിലാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ് വെക്കുന്ന ഫയലിൻ്റെ അകത്ത് തന്നെ നമ്മളുടെ പ്രൊഫഷണൽ ഡോക്യുമെന്റ്സും വെക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിൽ
കാലങ്ങളിലായിട്ട് ജോബ് ചേഞ്ച് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ കമ്പനീസിൽ നിന്നൊക്കെ കിട്ടിയ ഓഫർ ലെറ്റേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. ചില ആളുകൾ ഇത് സേവ് ചെയ്യുന്നുണ്ടാവും, ചില ആളുകൾക്ക് അത് കഴിഞ്ഞ കമ്പനീസിൻ്റെ ഒന്നും വേണ്ട എന്ന് വെച്ചിട്ട് വിട്ടുകളയുന്നുണ്ടാവും. അപ്പം ഞാനിവിടെ ഈ ഓഫർ ലെറ്റേഴ്സും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് കമ്പനിയിലെ ആണെങ്കിലും അവിടെ നിന്ന് മുൻപുണ്ടായിരുന്ന ഒരു കുറച്ച് നാളത്തെങ്കിലും പേ സ്ലിപ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെഡിക്കൽ ഡോക്യുമെന്റ്സിലേക്ക് പോയാൽ കുട്ടികളുടെ ആകുമ്പോഴത്തേക്കിനും വാക്സിനേഷൻ കാർഡ് നമുക്ക് ഈ ഒരു ഫയലിൽ വെക്കാം. പിന്നെ ഇപ്പോൾ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും സ്കാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഡോക്യുമെന്റിന്റെ കൂടെ അവർ അതിൻ്റെ ഒരു റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ CD പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഈ ഒരു പേപ്പർ നഷ്ടമായാലും ഈ ഒരു നമ്മൾക്ക് കിട്ടിയിട്ടുള്ള CD കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മൾ വേറൊരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴത്തേക്കിനും അവർക്ക് ഇത് നോക്കിയിട്ട് എന്താണ് ലാസ്റ്റ് സ്കാനിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ജസ്റ്റ് ആ ഒരു CDസും ഒക്കെ സെയിം മെഡിക്കൽ ഡോക്യുമെന്റിന്റെ ഫയലിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാങ്ക് ഡോക്യുമെന്റ്സിന്റെ ഫോൾഡറിൽ പോയാൽ അവിടെ നമ്മൾക്ക് ചെക്ക് ബുക്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് പേഴ്സണൽ ലോണൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടിയേക്കുന്ന ലെറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ ലോൺ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയറൻസ് ലെറ്റർ കുറച്ച് നാളത്തേക്കിനെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഒന്നും അധികം സമയം എടുക്കത്തില്ല. പിന്നെ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സമയം എടുക്കുന്നത് ബിൽസിലേക്ക് വരുമ്പോഴാണ്. കാരണം നമ്മൾ പലതരത്തിലുള്ള സാധനങ്ങൾ പലപ്പോഴായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്കിനെങ്കിലും ആവശ്യമുള്ളതുണ്ടാവും. ബിൽസ് വെക്കുമ്പോഴത്തേക്കിനും അത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇയർ അനുസരിച്ച് ഈ ബിൽസിനെ സോർട്ട് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾ 2016, 2015 വാങ്ങിയ ബിൽസ് പോലും എപ്പോഴും ഒന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഈ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ബില്ല് മാത്രം വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാതെ അന്ന് വാങ്ങിയിട്ടുള്ള മിക്സിയുടെ ബില്ല് പോലും ഇപ്പം സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ ആ മിക്സി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ കളഞ്ഞു വന്നാൽ കുറച്ച് ബിൽസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പല ഇയർ ആയിട്ട് വെക്കാം. ചിലപ്പം ചില ഇയേഴ്സിലെ ഒന്നും നമുക്ക് പിന്നെ അധികം പേപ്പേഴ്സ് ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കാം. അപ്പം ഈ ഇയർ വൈസ് വെക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ തന്നെ മന്ത് വൈസ് വെച്ചാൽ മുകളിലേക്ക് വരുന്നതിനാണ് ജാനുവരിയിലെ ഏറ്റവും താഴെ വരട്ടെ. ജാനുവരി, ഫെബ്രുവരി, ഡിസംബർ ആകുമ്പോഴത്തേനും ഡിസംബർ ബിൽസ് മുകളിലായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഒരു 2 വർഷം മുൻപ് വാങ്ങിയ ഒരു ഐറ്റത്തിൻ്റെ ബില്ല് വേണം, അതിന് എന്തെങ്കിലും റിപ്പയർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചില സാധനങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴാണ് വാങ്ങിയെന്നുള്ളത്. അപ്പം ആ ഒരു ഇയർ നോക്കിയാൽ ആ ഇയറിൽ വെച്ചിട്ടുള്ള ബിൽസിന്റെ ഇടയിൽ നിന്ന് തന്നെ അത് ഏത് മന്തിലാണെന്നും കുറച്ചൊക്കെ അറിയായിരിക്കും ഇല്ലേ. അപ്പോൾ ഇവിടെ ബില്ല് സോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറേ ബിൽസ് ഉണ്ടായിരുന്നു കളയാനായിട്ടുള്ളത്. അത് ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിൻ്റെയൊക്കെ ഒരുപാട് നാൾ മുൻപത്തെ ആയിരുന്നു. അപ്പം അതൊക്കെ കളഞ്ഞിട്ട് അത്യാവശ്യമുള്ള ഈ ഒരു കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളുടെ ബില്ല് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഡീഷണൽ ഫോൾഡർ എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ വെക്കുന്നത് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വൈറ്റ് പേപ്പർ വേണം തോന്നുമ്പം തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഈ കൂട്ടത്തിൽ അതും വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എൻവലപ്സും വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു എൻവലപ്സ് എല്ലാം നമ്മൾ വാങ്ങിയതൊന്നുമല്ല, നമുക്ക് പല സമയങ്ങളിലായിട്ട് നമുക്ക് തന്നെ കുറേ എൻവലപ്പ് കിട്ടും. ഇത് മെയിൻലി പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ ഒരു എൻവലപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മൾ കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ക്യാഷ് കൊടുത്ത് വിടുവാണ് സ്കൂളിലേക്കൊക്കെ വേണ്ടിയിട്ട്, അപ്പം അവർക്കിത് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു എൻവലപ്പ് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾക്കിപ്പം ഈ ഇത്രയും ഫോൾഡേഴ്സ് നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ചെയ്തു, എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തു ഒരു സ്ഥലത്ത് നമ്മൾ ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾക്ക് ഓരോ ബില്ല് വരുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ ഓരോ തവണയും പോയിട്ട് എടുത്ത് വെക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പം നമ്മൾ പിന്നെ ആവട്ടെ വെച്ചിട്ട് ബിൽസും ഫയൽസ് എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഇടും. അത് വേണ്ട, നമ്മൾ ഒരു ഫോൾഡർ വെക്കുന്നുണ്ട്. ആ ഫോൾഡറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു സെപ്പറേറ്റ് ഒരു സ്ഥലത്തായിട്ട് അങ്ങ് വെക്കും. അപ്പോൾ നമ്മളുടെ കയ്യിൽ വരുന്നതിനനുസരിച്ച് ഈ പേപ്പേഴ്സ് ഇതിനകത്തേക്ക് അങ്ങ് ഫയൽ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് 1 മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ മാത്രം ഈ ഒരു ഫയൽ എടുത്തിട്ട് ഇതിൽ നിന്നുള്ള പേപ്പേഴ്സ് എടുത്ത് നമുക്ക് നമ്മളുടെ ഒരു ഓരോന്നിനും ആവശ്യമനുസരിച്ച് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി വേണ്ടത് നമ്മളുടെ എല്ലാ ഫയൽസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് അടുക്കി വെക്കണം. അതിനൊരു കറക്റ്റായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കുറേ മുന്നേ വരെയും വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് താഴെയായിരുന്നു, കുട്ടികളുടെയൊക്കെ കയ്യെത്തുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ട്. അവരെപ്പോഴെങ്കിലും ഡ്രോ തുറന്ന് നോക്കിയാൽ എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും മോളൊക്കെ ഇങ്ങനെ പാസ്പോർട്ട്സ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ചെയ്യില്ല, ബട്ട് ഓൺ എ സേഫർ സൈഡ് ഇത്തവണ ഞാനത് കുറച്ച് മുകളിലായിട്ടാണ് വെക്കുന്നത്. ഇപ്പം എനിക്ക് തന്നെ എടുക്കണമെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു സ്റ്റൂൾ ഇട്ടാൽ മാത്രം മുകളിലേക്ക് കയ്യെത്തുന്ന രീതിയിൽ ഈ ഫയൽസൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല, ഇതേപോലെ കുറേ പേപ്പേഴ്സൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്തൊന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ ഇൻസ്പയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.